മജ്ജുമ നികായ 102 പഞ്ചതയസൂത്ത്. പല വ്യക്തികളും ആത്മാവിനെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ മരണശേഷം ആത്മാവിന് എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയിട്ടും പല ദർശനങ്ങളും സൃഷ്ടിക്കാറുണ്ട്. നിരീശ്വരവാദികൾ പറയുന്നു ഈ ശരീരം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ആസ്തികന്മാർ പറയുന്നു ഇതിനുശേഷം ആത്മാവ് നിലനിൽക്കുന്നു എന്ന് പറയുന്നു. മിക്കവരും ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടാണ് ഭാവിയെക്കുറിച്ചിട്ട് ആലോചിക്കുന്നത്. ആ ദർശനങ്ങൾ മുഴുവൻ തെറ്റാണ്. സ്വന്തം അനുഭവങ്ങൾ കൊണ്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നാണ് ഭഗവാൻ ഈ സൂത്രത്തിൽ പറയുന്നത്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, ഭിക്ഷുക്കളെ, ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ ഭാവിയെപ്പറ്റി പലതരം സങ്കല്പങ്ങൾ നെയ്തെടുക്കുന്നു, ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നു, ഭാവിയെപ്പറ്റി പലതരത്തിലുള്ള തത്വശാസ്ത്രങ്ങൾ അവർ ഉണ്ടാക്കുന്നു. സഞ്ഞി അത്താഹോതി അരോഗോ പരം മരണാദി ഇതേകെ അഭിവദന്തി. ചിലർ ഇങ്ങനെയാണ് പറയുന്നത്, ഈ ആത്മാവ് എന്ന് പറയുന്നത് മരണശേഷം രോഗമില്ലാത്തതാകുന്നു, ആ ആത്മാവ് ബോധമുള്ളതാണ്, സംഖ്യ ഉള്ളതാണ് എന്ന് പറയുന്നു. അതായത് ആ ആത്മാവിന് എല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നു. അസന്നി അത്താഹോതി അരോഗ പരം മരണാദി ഇതേകെ അഭിവദന്തി. ചിലർ ഈ തരത്തിലുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത്. ഈ ആത്മാവ് എന്ന് പറയുന്നത് മരണശേഷം രോഗമില്ലാത്തതാകുന്നു, എന്നാൽ അതിന് ബോധം ഇല്ല, വിജ്ഞാനം ഇല്ല, അതേപോലെ തന്നെ സംഖ്യയില്ല എന്ന് പറയുന്നു. അതായത് ബോധം കെട്ടതുപോലെ ആയിരിക്കും ആത്മാവ് മരണശേഷം എന്നാണ് ഇത്തരക്കാർ പറയുന്ന വാദം. നേവസന്നി നാസന്നി അത്താഹോതി അരോഗോ പരം മരണാദി ഇതേകെ അഭിവദന്തി. മരണത്തിന് ശേഷം ഈ ആത്മാവ് എന്ന് പറയുന്ന സംഗതി അതിന് സംഖ്യ ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയാൻ സാധിക്കില്ല. മരണശേഷം ഇതിന് രോഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്നാൽ ചിലർ പറയുന്നത് മരണശേഷം ജീവിച്ചിരിക്കുന്ന വ്യക്തി പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു, നശിക്കുന്നു, തുടച്ചു നീക്കപ്പെടുന്നു. എന്നാൽ ചിലർ പറയുന്നത് മരിച്ചതിന് ശേഷം ആ വ്യക്തിക്ക് നിർവ്വാണം കിട്ടുന്നു എന്നാണ്. ദിഠധമ്മ നിബ്ബാണം, അതായത് മരിച്ചാൽ നിർവ്വാണം ലഭിച്ചു എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. വ്യക്തി മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുടച്ചു നീക്കപ്പെടുന്നു, ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നത് നിരീശ്വരവാദികളുടെ വാദമാണ്. അതിനാൽ അവർ ഇങ്ങനെ പറയുന്നു, മരണശേഷം ഒരു ആത്മാവ് നിലനിൽക്കുന്നു, അതിന് രോഗമില്ല എന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു മരണശേഷം ആ വ്യക്തി പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു, നശിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ചിലർ പറയുന്നു മരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് പരിനിർവാണം ലഭിക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള തത്വശാസ്ത്രങ്ങൾ ആൾക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്രകാരം 5 3 ആകുന്നു, 3 5 ആകുന്നു. അതായത് 5 തത്വശാസ്ത്രങ്ങൾ നമുക്ക് 3 ആയിട്ട് തിരിക്കാം, 3 തത്വശാസ്ത്രങ്ങൾ നമുക്ക് 5 ആയിട്ട് പിരിക്കാം. ഇതാണ് 5 3 എന്നുള്ള ആ സൂത്രം. ഇനി ഈ തത്വശാസ്ത്രങ്ങളെ കുറച്ചുകൂടി വിപുലീകരിച്ചിട്ട് ഭഗവാൻ പറയുകയാണ്, ഭിക്ഷുക്കളെ, ഇനി ചില ശ്രമണ ബ്രാഹ്മണന്മാർ മരണശേഷം ആത്മാവിന് സംഖ്യയുണ്ട്, ബോധമുണ്ട്, അതേപോലെ തന്നെ അതിന് രോഗമില്ല എന്ന് പറയുന്ന ആ ശ്രമണ ബ്രാഹ്മണന്മാർ ആ ആത്മാവിന് ഒരു രൂപമുണ്ട് എന്ന് പറയുന്നു. ചിലർ പറയുന്നു രൂപമില്ല എന്ന് പറയുന്നു. ചിലർ പറയുന്നു ഒരേ സമയത്ത് രൂപമുണ്ട് രൂപമില്ല എന്ന് പറയുന്നു. ചിലർ പറയുന്നു രൂപമുണ്ടാകുകയോ രൂപം ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ അവർ ഇതിനെ ഒരു തരത്തിലുള്ള സംഖ്യ അല്ലെങ്കിൽ ബോധം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. മറ്റുള്ളവർ പറയുന്നു അതിന് നാനാത്വ സംജ്ഞ, അതേപോലെ തന്നെ നാനാ പ്രകാരത്തിലുള്ള ബോധങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ചിലർ പറയുന്നു അതിന് വളരെ അതിരുകൾ ഉള്ള സംഖ്യ മാത്രമേ ഉള്ളൂ, ബോധം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. എന്നാൽ മറ്റുള്ളവർ അതിരുകളില്ലാത്ത ബോധമാണ് അതിനുള്ളത് എന്ന് പറയുന്നു.
എന്നാൽ ഈ വാദങ്ങളെയെല്ലാം മറികടന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഇങ്ങനെ പറയുന്നു, ഈ ആത്മാവിന് അതിരുകളില്ലാത്ത, തടസ്സങ്ങളില്ലാത്ത വിശ്വവിജ്ഞാനമാണ് അതിനുണ്ടാകുന്നത് എന്ന് പറയുന്നു. അതായത് അത് ദൈവത്തിന് തുല്യമാണ് എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ഭിക്ഷുക്കളെ, ഇതിനെപ്പറ്റി തഥാഗതൻ ഇങ്ങനെയാണ് പറയുന്നത്. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർ മരണശേഷം ആത്മാവിന് ബോധമുണ്ട്, സംഖ്യയുണ്ട് എന്ന് പറയുന്നു. മരണശേഷം അതിന് രോഗമില്ല എന്ന് പറയുന്നു. ചിലർ പറയുന്നു ആത്മാവിന് രൂപമുണ്ട്, ചിലർ പറയുന്നു ആത്മാവിന് രൂപമില്ല, ചിലർ പറയുന്നു ഒരേ സമയത്ത് ആത്മാവിന് രൂപവുമുണ്ട്, രൂപവും ഇല്ല. ചിലർ പറയുന്നു രൂപമുണ്ടാകുകയോ രൂപമില്ലാതിരിക്കുകയോ ചെയ്യുന്നില്ല. ചിലർ പറയുന്നു അതിന് ഒരു തരത്തിലുള്ള സംഖ്യ അല്ലെങ്കിൽ ബോധം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ പറയുന്നു അതിന് നാനാപ്രകാരത്തിലുള്ള സംഖ്യ അല്ലെങ്കിൽ നാനാപ്രകാരത്തിലുള്ള ബോധമുണ്ട് എന്ന് പറയുന്നു. ചിലർ പറയുന്നു പരിമിതമായിട്ടുള്ള സംഖ്യ അല്ലെങ്കിൽ ബോധം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ചിലർ പറയുന്നു അതിന് അപരിമിതമായിട്ടുള്ള സംഖ്യ അല്ലെങ്കിൽ ബോധം ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ ചിലർ പറയുന്നു ഒന്നും തന്നെ ഇല്ല, നത്തികിഞ്ചി, ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നു. അതിന് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല, അത് അതിരുകളില്ലാത്തതാണ്, അളക്കാൻ പറ്റാത്തതാണ്, അറിയാൻ സാധിക്കാത്തതാണ് എന്ന് പറയുന്നു. അവർ പറയുന്നു ഇതാണ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള, ബോധമുള്ളതിൽ വെച്ച് ഏറ്റവും ബോധമുള്ള, രൂപമുള്ളതിലും അരൂപമുള്ളതിലും ഏകത്വത്തിലും നാനാത്വത്തിലും ഉള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനം ഇത് തന്നെയാണ് എന്നവർ പറയുന്നു. അതായത് അവർ പറയുന്നു ആത്മാവ് ഏകദേശം ദൈവതുല്യമാണ് എന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം സ്ഥൂലമായിട്ടുള്ള ദർശനങ്ങളാണ്, കാരണങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ദർശനമാണ്. ഈ കാരണങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ എല്ലാതും ഇല്ലാതാകുന്ന സമയത്താണ് സത്യം ആയിട്ടുള്ള കാര്യം വരുന്നത്. തഥാഗതൻ ഇതിനെ മനസ്സിലാക്കുന്നു, ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരേണ്ടത് എന്ന് മനസ്സിലാക്കുന്നു. തഥാഗതൻ ഇതിന് അപ്പുറത്ത് പോയ വ്യക്തിയാണ്. ഇനി ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആത്മാവിന് സംഖ്യയില്ല, ബോധമില്ല എന്ന് പറയുന്നു. മരണശേഷം അതിന് രോഗമില്ല എന്ന് പറയുന്നു. അവർ അതിന് രൂപമുണ്ട് എന്ന് പറയുന്നു, അവർ അതിന് രൂപം ഇല്ല എന്ന് പറയുന്നു. ഒരേ സമയത്ത് അതിന് രൂപമുണ്ട്, രൂപമില്ല എന്ന് പറയുന്നു. രൂപമുണ്ടായിരിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതിനാൽ അത്തരത്തിലുള്ള ആൾക്കാർ ആത്മാവിന് ബോധമുണ്ട്, മരണശേഷം രോഗമില്ല എന്ന് പറയുന്നവരുടെ തത്വശാസ്ത്രത്തെ അവർ എതിർക്കുന്നു. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവരുടെ വിശ്വാസം ഇങ്ങനെയാണ്, സംഖ്യ അല്ലെങ്കിൽ ബോധം എന്നുള്ളത് ഒരു രോഗമാണ്, ഒരു മുഴയാണ്, ഒരു അമ്പാണ്. സംഖ്യ ഇല്ലായ്മ അല്ലെങ്കിൽ ബോധമില്ലായ്മ എന്നുള്ളത് ശാന്തമാണ്, ഉത്തമമാണ്. അതായത് ഈ ബോധം തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഈ ബോധത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശാന്തമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. തഥാഗതൻ അതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർ മരണശേഷം ആ ആത്മാവിന് സംഖ്യയില്ല, ബോധമില്ല എന്ന് പറയുന്നു, അതിന് രോഗമില്ല എന്നും പറയുന്നു. ആ ആത്മാവിന് രൂപമുണ്ട് എന്ന് പറയുന്നു, രൂപമില്ല എന്ന് പറയുന്നു. ഒരേ സമയത്ത് രൂപമുണ്ട്, രൂപമില്ല എന്ന് പറയുന്നു. രൂപമുണ്ടാകുകയോ രൂപം ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ഏതെങ്കിലും ശ്രമണ ബ്രാഹ്മണന്മാർ ഇങ്ങനെ പറയുകയാണ്, രൂപം, വേദന, സംഖ്യ, സംസ്കാരം ഇതില്ലാതെ വിജ്ഞാനം മാത്രമാണ് മരണശേഷം ഒരു വ്യക്തിയിൽ നിന്ന് ഇല്ലാതാകുന്നത്. ആ വിജ്ഞാനം മാത്രമാണ് വീണ്ടും മറ്റൊരു ശരീരത്തിൽ കൂടിച്ചേരുന്നത്. ഇതാണ് വളരുന്നത്, ഇതാണ് വർദ്ധിക്കുന്നത്, ഇതാണ് പരിഭാഗമാകുന്നത് എന്ന് പറയുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. എന്തെന്നാൽ കൂടിച്ചേർന്നതെല്ലാം സ്ഥൂലമാണ്. സംസ്കാരങ്ങൾ എല്ലാം നിരോധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യമായിട്ടുള്ള കാര്യം. തഥാഗതൻ ഇതിനെ മനസ്സിലാക്കുന്നു, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് മനസ്സിലാക്കുന്നു. എന്തെന്നാൽ തഥാഗതൻ ഇതിന് അപ്പുറത്ത് പോയിട്ടുള്ള വ്യക്തിയാണ്. ഇനി ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഇങ്ങനെ പറയുന്നു, മരണശേഷം ഈ ആത്മാവിന് ബോധമുണ്ടാകുകയോ ബോധമില്ലാതിരിക്കുകയോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സംഖ്യ ഉണ്ടായിരിക്കുകയോ സംഖ്യ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നില്ല. മരണശേഷം ഇതിന് രോഗങ്ങൾ ഉണ്ടാകുന്നില്ല.
അവർ പറയുന്നു ഇതിന് രൂപമുണ്ട്, അല്ലെങ്കിൽ രൂപമില്ല, അല്ലെങ്കിൽ ഒരേ സമയത്ത് രൂപമുണ്ട് രൂപമില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ രൂപം ഉണ്ടാകാതിരിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം ശ്രമണ ബ്രാഹ്മണന്മാർ മരണശേഷം ഒരു ആത്മാവുണ്ട്, അതിന് സംഖ്യയുണ്ട്, ബോധമുണ്ട്, രോഗമില്ല എന്ന് പറയുന്ന അവരുടെ വാദത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആത്മാവിന് മരണശേഷം ബോധമില്ല, സംഖ്യയില്ല, രോഗങ്ങൾ ഇല്ല എന്ന് പറയുന്ന വാദത്തെയും അവർ എതിർക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ വിശ്വസിക്കുന്നത് സംഖ്യ എന്നുള്ളത് അല്ലെങ്കിൽ ബോധം എന്നുള്ളത് ഒരു രോഗമാണ്, ഒരു മുഴയാണ്, ഒരു അമ്പാണ്. ബോധമില്ലായ്മ എന്ന് പറയുന്നത് സമ്മോഹകരമായിട്ടുള്ള അല്ലെങ്കിൽ മോഹമുള്ള അവസ്ഥയാണ്. സംഖ്യ ഉണ്ട് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ, അതേപോലെ തന്നെ സംഖ്യ ഇല്ല എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ, നേവസഞ്ജ നാസഞ്ജ, ഇതാണ് ശാന്തമായിട്ടുള്ള അവസ്ഥ, ഇതാണ് ഉത്തമമായിട്ടുള്ള അവസ്ഥ എന്ന് അവർ പറയുന്നു. ഇതിനെ തഥാഗതൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവർ ആത്മാവ് നേവസഞ്ജ നാസഞ്ജ, അതായത് സംഖ്യ ഉണ്ടോ സംഖ്യ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ആത്മാവിന് മരണശേഷം രോഗമില്ല എന്ന് പറയുന്നു. ആ ആത്മാവിന് അവർ ഒരു രൂപമുണ്ട് എന്ന് പറയുന്നു, രൂപമില്ല എന്ന് പറയുന്നു. ഒരേ സമയത്ത് രൂപമുണ്ട് ഇല്ല എന്ന് പറയുന്നു. രൂപം ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് എന്ന് പറയുന്നു. നേവസന്നി നാസന്നി, അതായത് സംഖ്യ ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല, അതേപോലെ തന്നെ സംഖ്യ ഇല്ല എന്നും പറയാൻ സാധിക്കില്ല. ആ രീതിയിലാണ് ആത്മാവ് എന്നവർ വിശ്വസിക്കുന്നു. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ആ കാര്യങ്ങളെ വെറും ദർശനം കൊണ്ട്, കേട്ടുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് ശരിയായിട്ടുള്ള വഴിയല്ല. അതായത് ഇവിടെ പറയുന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാവിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കണ്ടിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ മനനം ചെയ്തിട്ടോ കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്തെന്നാൽ അത്തരം ഉയർന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഒരിക്കലും സംസ്കാരത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. സംസ്കാരത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നമ്മൾക്ക് അതിനെപ്പറ്റി കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ എല്ലാ സംസ്കാരങ്ങളും തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന, മനനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. അതിനാൽ അത് പൂർണ്ണമല്ല. അതെല്ലാം സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്, സ്ഥൂലമാണ്. ആ സംസ്കാരങ്ങളെല്ലാം നിരോധമാകുന്ന ഒരവസ്ഥയുണ്ട്, അതാണ് സത്യം എന്നാണ് പറയുന്നത്. തഥാഗതൻ ഇതിനെ മനസ്സിലാക്കുന്നു. ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരേണ്ടത് എന്നതിനെ തഥാഗതൻ കാണുന്നു. എന്തെന്നാൽ തഥാഗതൻ ഇതിൽ നിന്നെല്ലാം പുറത്തു വന്നിട്ടുള്ളതാണ്. ഇനി ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർ വിശ്വസിക്കുന്നത് മരണശേഷം ആ ആത്മാവ് പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു, നശിച്ചു പോകുന്നു, ഒട്ടും തന്നെ അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നു. അത്തരം ശ്രമണ ബ്രാഹ്മണന്മാർ മറ്റുള്ളവരുടെ വാദത്തെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. എന്തെന്നാൽ മറ്റുള്ളവരുടെ വാദം മരണശേഷം ആത്മാവിന് രോഗമുണ്ടാകുന്നില്ല, മരണശേഷം ആത്മാവിന് ബോധമുണ്ട്, ആത്മാവിന് ബോധമില്ല, ആത്മാവിന് ബോധമുണ്ട് ബോധമില്ല എന്ന് പറയാൻ സാധിക്കില്ല, ബോധമുണ്ടാകുകയോ ബോധമില്ലാതിരിക്കുകയോ ചെയ്യുന്നില്ല. ഈ വാദങ്ങളെല്ലാം ഇവർ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ഈ എല്ലാ ശ്രമണ ബ്രാഹ്മണന്മാരും മരണത്തിന് ശേഷം എന്തോ ഉയർന്നു പോകുന്നു എന്ന ദർശനത്തിൽ ആസക്തരാണ്. മരണശേഷം ഞങ്ങൾ ഇങ്ങനെയായിരിക്കും, മരണശേഷം ഞങ്ങൾ അങ്ങനെയായിരിക്കും എന്നുള്ള ദർശനത്തിൽ അവർ ആസക്തരാണ്. ഉദാഹരണമായിട്ട് ഒരു വ്യാപാരി ചന്തയിലേക്ക് പോവുകയാണ് എന്ന് കരുതുക. ആ വ്യാപാരി ഇങ്ങനെ ചിന്തിക്കുന്നു, ഇതുകൊണ്ട് ഞാൻ അത് സ്വന്തമാക്കും, ഇതുവഴി ഞാൻ അതിനെ സ്വന്തമാക്കും. ഇതുപോലെ തന്നെയാണ് ആ ശ്രമണ ബ്രാഹ്മണന്മാർ. അവർ എല്ലാവരും തന്നെ ഒരു വ്യാപാരിയെ പോലെയാണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്, മരണശേഷം ഞങ്ങൾ ഇങ്ങനെയായിരിക്കും, മരണശേഷം ഞങ്ങൾ അങ്ങനെയായിരിക്കും. തഥാഗതൻ ഇതിനെപ്പറ്റി ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ചില ശ്രമണ ബ്രാഹ്മണന്മാർ മരണശേഷം ഈ ആത്മാവ് പരിപൂർണമായിട്ടും നശിക്കുന്നു, ഇല്ലാതാകുന്നു, തുടച്ചു നീക്കപ്പെടുന്നു എന്ന് പറയുന്നു. എന്തെന്നാൽ അവർ ഈ ശരീരത്തിൽ ഭയം
അനുഭവിക്കുന്നവരാണ്. അവർക്ക് ഈ ശരീരത്തിനോട് വെറുപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ശരീരബോധത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു നായയെ ഒരു തൂണിൽ കെട്ടിയിരിക്കുകയാണ് എന്ന് കരുതുക. ആ നായ ആ തൂണിന് ചുറ്റും ഓടിക്കൊണ്ടേയിരിക്കും. അതിനാൽ ഈ തരത്തിലുള്ള ശ്രമണ ബ്രാഹ്മണന്മാർ, അവർക്ക് ഈ ശരീരബോധത്തോട് ഭയമുണ്ട്, വെറുപ്പുണ്ട്. അതിനാൽ ഈ ശരീരത്തിൻ്റെ കാര്യത്തെപ്പറ്റി മാത്രമാണ് അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ കാര്യത്തെപ്പറ്റി മാത്രമാണ് അവർ എപ്പോഴും ഓർത്ത് വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് നാസ്തികന്മാരെ കുറിച്ചിട്ടാണ്. കാരണം അവർക്ക് ഈ ശരീരബോധത്തിൽ ഭയമുണ്ട്. അതായത് വീണ്ടും നമ്മൾ മനുഷ്യൻ മൃഗമായിട്ടോ മറ്റോ ജനിക്കുകയാണെന്ന് പറയുമ്പോൾ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഭയമുണ്ട്. അതിനാലാണ് മരണശേഷം എല്ലാം ഇല്ലാതാകുന്നു എന്ന് പറയുന്ന വാദം അവർ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം സംസ്കാരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്, സ്ഥൂലമാണ്. എന്നാൽ ഈ സംസ്കാരങ്ങളെല്ലാം നിരോധമാകുന്ന സമയത്താണ് സത്യം പ്രകടമാകുന്നത്. തഥാഗതൻ ഇതിനെ മനസ്സിലാക്കുന്നു. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് മനസ്സിലാക്കുന്നു. തഥാഗതൻ ഇതിനെല്ലാം മറികടന്ന വ്യക്തിയാണ്. ഏതൊരു ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ടോ, ഭാവിയെപ്പറ്റി അവർ ഏതെല്ലാം തത്വശാസ്ത്രങ്ങൾ അവതരിപ്പിക്കുന്നുവോ അതെല്ലാം ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണത്തെ പറ്റിയായിരിക്കും. അല്ലെങ്കിൽ അവരുടെ തത്വശാസ്ത്രങ്ങൾ ഈ 5-ൽ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി മാത്രമേ അവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവർ ഭൂതത്തെ പറ്റി ചില തത്വശാസ്ത്രങ്ങൾ ചിന്തിക്കുന്നു. എന്നിട്ട് ഭൂതകാലത്തെപ്പറ്റി പലതരം തത്വശാസ്ത്രങ്ങൾ അവർ അവതരിപ്പിക്കുന്നു. അവർ താഴെ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുകൂടാതെ അവർ പറയുന്നത് ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം തെറ്റാണ് എന്നാണ് പറയുന്നത്. അതായത് ഭൂതത്തെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള അവരുടെ തത്വശാസ്ത്രങ്ങൾ ഇപ്രകാരമായിരിക്കും: ഈ ആത്മാവും ലോകവും ശാശ്വതമാണ്, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യ. ഈ ആത്മാവും ലോകവും ശാശ്വതമല്ല, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യ. ഈ ആത്മാവും ലോകവും ശാശ്വതവുമാണ്, അശാശ്വതവുമാണ്. ഈ ആത്മാവും ലോകവും ശാശ്വതമോ അശാശ്വതമോ അല്ല. ഈ ആത്മാവും ലോകവും അതിരുകളുള്ളതാണ്, ഇതാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ. ഈ ആത്മാവും ലോകവും അതിരുകൾ ഇല്ലാത്തതാണ്, അനന്തമാണ്, ഇതാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ. ഈ ആത്മാവും ലോകവും അതിരുകൾ ഉള്ളതുമാണ്, അതിരുകൾ ഇല്ലാത്തതുമാണ്, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യ. ഈ ആത്മാവും ലോകവും അതിരുകൾ ഉള്ളതോ ഇല്ലാത്തതോ അല്ല. ലോകവും ആത്മാവിനും ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബോധം മാത്രമേ ഉള്ളൂ, ഇത് മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യ. ആത്മാവിനും ലോകത്തിനും പലതരത്തിലുള്ള സംഖ്യകൾ അല്ലെങ്കിൽ ബോധങ്ങളുണ്ട്, ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ. ആത്മാവിനും ലോകത്തിനും സീമിതമായിട്ടുള്ള സംഖ്യ, പരിമിതമായിട്ടുള്ള സംഖ്യ അല്ലെങ്കിൽ ബോധം മാത്രമേ ഉള്ളൂ, ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ. ഈ ആത്മാവിനും ലോകത്തിനും പരിമിതമല്ലാത്ത സംഖ്യയുണ്ട്, ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ. ആത്മാവും ലോകവും സന്തോഷം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ, ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ. ഈ ആത്മാവും ലോകവും ദുഃഖം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ, ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ. ഈ ആത്മാവും ലോകവും സന്തോഷവും ദുഃഖവും ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ട്, ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ. ആത്മാവും ലോകവും സന്തോഷമോ ദുഃഖമോ അനുഭവിക്കുന്നില്ല, ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യ. ഇനി താഴെ പറയുന്ന ദർശനങ്ങളുള്ള ശ്രമണ ബ്രാഹ്മണന്മാരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആത്മാവും ലോകവും ശാശ്വതമാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്, ഇത് മാത്രമാണ് സത്യം, മറ്റുള്ള വാദങ്ങൾ മിഥ്യയാണ്. എന്നാൽ അത്തരക്കാർക്ക് സ്വന്തം അനുഭവത്തിനാൽ പരിശുദ്ധമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്താൽ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ അന്ധശ്രദ്ധയാൽ, അതേപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞതിനെ എടുത്തുകൊണ്ട് പരമ്പരാഗതമായിട്ടുള്ള അറിവിനാൽ അല്ലെങ്കിൽ സ്വയം ചിന്തിച്ചുകൊണ്ടാണ്, സ്വയം മനനം ചെയ്തിട്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിൽ എത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒരു തത്വശാസ്ത്രത്തിൽ എത്തുന്നത്. എന്നാൽ പരിശുദ്ധവും അതേപോലെ തന്നെ ശുദ്ധവുമായിട്ടുള്ള സ്വയജ്ഞാനം അവർക്ക് ഇല്ലാത്തതിനാൽ
അവർക്കുള്ള ജ്ഞാനം എന്ന് പറയുന്നത് വെറും അവരുടെ വിശ്വാസത്തെ ഒട്ടിപ്പിടിക്കൽ മാത്രമാണ്, അവരുടെ സങ്കല്പങ്ങളെ ഒട്ടിപ്പിടിക്കൽ മാത്രമാണ്. കൂടിച്ചേർന്നത് എല്ലാം തന്നെ സ്ഥൂലമാണ്. എന്നാൽ സംസ്കാരങ്ങൾ നിരോധമാകുന്ന സമയത്താണ് സത്യമായിട്ടുള്ള കാര്യം ഉണ്ടാകുന്നത്. തഥാഗതൻ ഇതിനെ മനസ്സിലാക്കുന്നു, ഇതിൽ നിന്ന് പുറത്തു വരാൻ ഉള്ള വഴി അറിയുന്നു. തഥാഗതൻ ഇതിനെല്ലാം അപ്പുറത്ത് പോയിട്ടുള്ള വ്യക്തിയാണ്. ഇനി ചില ശ്രമണ ബ്രാഹ്മണന്മാരുടെ തത്വശാസ്ത്രം ഇപ്രകാരമാണ്: ഈ ലോകവും അതേപോലെ തന്നെ ആത്മാവും അശാശ്വതമാണ്. ഇതും അവരുടെ അനുഭവത്താൽ വന്നിട്ടുള്ളതല്ല, അവർ ചിന്തിച്ച് ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിനാൽ അത് ശരിയല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇതേപോലെ തന്നെ ആവർത്തനമുണ്ട്. ഞാനത് വീണ്ടും വീണ്ടും പറയുന്നില്ല. ആത്മാവും ലോകവും ഒരേ സമയത്ത് ശാശ്വതവുമാണ്, അശാശ്വതവുമാണ്. ആത്മാവും ലോകവും ഒരേ സമയത്ത് ശാശ്വതമോ അശാശ്വതമോ അല്ല. ആത്മാവും ലോകവും അന്തമുള്ളതാണ്, ആത്മാവും ലോകവും അന്തമില്ലാത്തതാണ്. ഒരേ സമയത്ത് അന്തമുള്ളതും അന്തമില്ലാത്തതുമാകുന്നു. ഒരേ സമയത്ത് അന്തമുള്ളതോ അന്തമില്ലാത്തതോ ആകുന്നു. ആത്മാവും ലോകവും ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. അതിന് നാനാപ്രകാരത്തിലുള്ള സംഖ്യ അല്ലെങ്കിൽ ബോധമുണ്ട്. അതിന് സീമിതമായിട്ടുള്ള സംഖ്യ മാത്രമേ ഉള്ളൂ. ആത്മാവിനും ലോകത്തിനും അസീമിതമായിട്ടുള്ള സംഖ്യയുണ്ട്. ആത്മാവും ലോകവും സന്തോഷം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. ആത്മാവും ലോകവും ദുഃഖം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. ആത്മാവും ലോകവും സന്തോഷവും സുഖവും ഒരുമിച്ച് അനുഭവിക്കുന്നു. ആത്മാവും ലോകവും ദുഃഖമോ സുഖമോ അനുഭവിക്കുന്നില്ല. ഈ കാര്യങ്ങളൊന്നും അവർ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പരിശുദ്ധവും ശുദ്ധവുമായിട്ടുള്ള ജ്ഞാനത്താൽ, സ്വയജ്ഞാനത്താൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ അവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയാൽ, പകർന്നു കിട്ടിയ അറിവിനാൽ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് അവർ ഇവിടെ പറയുന്നത്. പരിശുദ്ധവും ഉജ്ജ്വലവുമായിട്ടുള്ള സ്വന്തം അറിവ് ഇല്ലാത്തതിനാൽ അവർക്കുള്ള ഈ ജ്ഞാനങ്ങൾ അത് അവരുടെ സംസ്കാരത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അവരുടെ സംസ്കാരത്തെ തന്നെയാണ് അവർ ഒട്ടിപ്പിടിക്കുന്നത്. സംസ്കാരങ്ങൾ എല്ലാം തന്നെ സ്ഥൂലമാണ്. സംസ്കാരങ്ങളുടെ നിരോധമുണ്ടാകുന്ന സമയത്താണ് സത്യമായിട്ടുള്ള കാര്യം പുറത്തു വരുന്നത്. തഥാഗതൻ ഇതിനെ മനസ്സിലാക്കുന്നു, ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരേണ്ടത് എന്ന് അറിയുന്നു. എന്തെന്നാൽ തഥാഗതൻ ഇതിൽ നിന്ന് എല്ലാം അപ്പുറത്ത് പോയിട്ടുള്ള വ്യക്തിയാണ്. നല്ലവരായിട്ടുള്ള ഈ ശ്രമണ ബ്രാഹ്മണന്മാർ ഭൂതത്തെയും ഭാവിയെയും കുറിച്ചുള്ള എല്ലാ ചിന്തകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളിലുള്ള കാമവിഷയങ്ങളെ ശ്രദ്ധിക്കാതെ ഇന്ദ്രിയ വിഷയത്തിൽ അല്ലാതെയുള്ള പ്രീതിയിൽ ശ്രദ്ധിക്കുന്നു. ഇത് വളരെ ശാന്തമാണ്, ഇത് വളരെ ഉത്തമമാണ്. അങ്ങനെ അവർ ആ പ്രീതിയിൽ വിഹരിക്കുന്നു. എന്നാൽ കാമസുഖങ്ങളിൽ നിന്ന് അന്യമായിട്ടുള്ള അവരിലുള്ള പ്രീതി നിലയ്ക്കുന്നു. അങ്ങനെ കാമചിന്തകളിൽ നിന്ന് അന്യമായിട്ടുള്ള ആ പ്രീതി നിലയ്ക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ദൗർമനസം ഉൽപ്പന്നമാകുന്നു. ദൗർമനസം നിലയ്ക്കുന്ന സമയത്ത് കാമസുഖങ്ങളിൽ നിന്ന് അന്യമായിട്ടുള്ള ആ പ്രീതി ഉൽപ്പന്നമാകുന്നു. കൂടിച്ചേർന്നിട്ടുള്ള എല്ലാം തന്നെ സ്ഥൂലമാണ്. ഈ സംസ്കാരങ്ങളെല്ലാം നിരോധമാകുന്ന സ്ഥലം, അതാണ് സത്യമായിട്ടുള്ള കാര്യം. ഇതിനെ തഥാഗതൻ മനസ്സിലാക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും അദ്ദേഹം കാണുന്നു. തഥാഗതൻ ഇതിനെല്ലാം അപ്പുറത്ത് പോകുന്നു. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർ ഭൂതത്തെയും ഭാവിയെയും പറ്റിയുള്ള എല്ലാ ചിന്തകളെയും ഉപേക്ഷിക്കുന്നു. കാമസംയോജനത്തിൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലുള്ള കാമ വിഷയങ്ങളിൽ ശ്രദ്ധിക്കാതെ അതിനപ്പുറത്ത് അവർ പോകുന്നു. കാമവിഷയങ്ങളിൽ നിന്ന് അന്യമായിട്ടുള്ള ആ പ്രീതിയെ മറികടന്നുകൊണ്ട് അവർ നിരാമിസ സുഖത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ നിരാമിസ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ അല്ലാതെയുള്ള സുഖത്തെയാണ് നിരാമിസ സുഖം എന്ന് പറയുന്നത്. അതായത് ധ്യാനത്തിലുള്ള സുഖം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ധ്യാനത്തിലുള്ള പീതി, അതായത് 1, 2 തുടങ്ങിയ ധ്യാനങ്ങളിലുള്ള പീതിയെ അതിക്രമിച്ചുകൊണ്ട് ആ ഭിക്ഷു ഇപ്പോൾ 3ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഉള്ളത് സുഖമാണ്. അതുകൊണ്ടാണ് ഇതിനെ നിരാമിസ സുഖം എന്ന് പറയുന്നത്.
അതായത് ഈ സുഖം ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ ലഭിക്കുന്നതല്ല, നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ലഭിക്കുന്ന ഒരു സുഖമാണ് ഇത്. അപ്പോൾ അവർ ഇങ്ങനെ വിചാരിക്കുന്നു, ഇത് ശാന്തമാണ്, ഉത്തമമാണ്. അങ്ങനെയുള്ള നിരാമിസമായിട്ടുള്ള സുഖത്തിലാണ് അവർ എത്തിച്ചേരുന്നത്. എന്നാൽ അവരുടെ ആ നിരാമിസമായിട്ടുള്ള സുഖം അവസാനിക്കുന്നു, അല്ലെങ്കിൽ അത് നിൽക്കുന്നു. ആ നിരാമിസ സുഖം നിൽക്കുന്ന സമയത്ത് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് അന്യമായിട്ടുള്ള ആ പ്രീതി ഉയരുന്നു. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് അന്യമായിട്ടുള്ള ആ പ്രീതി ഇല്ലാതാകുന്ന സമയത്ത് നിരാമിസമായിട്ടുള്ള സുഖം ഉൽപ്പന്നമാകുന്നു. ഇത് ഇരുട്ടുള്ള സ്ഥലത്ത് സൂര്യപ്രകാശം പ്രവേശിക്കുന്നത് പോലെയാണ്. ഇരുട്ട് പോകുന്ന സമയത്ത് സൂര്യപ്രകാശം അവിടെ പരക്കുന്നു. സൂര്യപ്രകാശം പോകുന്ന സമയത്ത് അവിടെ ഇരുട്ട് പരക്കുന്നു. ഇതിനെ തഥാഗതൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഈ നല്ലവരായിട്ടുള്ള ശ്രമണ ബ്രാഹ്മണന്മാർ ഭൂതത്തെയും ഭാവിയെയും പറ്റിയുള്ള ചിന്തകളെ ഉപേക്ഷിച്ചുകൊണ്ട് കാമസംയോജനങ്ങളിൽ ശ്രദ്ധിക്കാതെ ഇന്ദ്രിയസുഖങ്ങളിൽ നിന്ന് അന്യമായിട്ടുള്ള പ്രീതിയെ അതിക്രമിച്ചുകൊണ്ട് നിരാമിസമായിട്ടുള്ള സുഖത്തിൽ എത്തിച്ചേരുന്നു, എന്നിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു. ഇത് വളരെ ശാന്തമാണ്, ഇത് വളരെ ഉത്തമമാണ് എന്ന് ആ നിരാമിസ സുഖത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അവർ ചിന്തിക്കുന്നു. എന്നാൽ അവരുടെ നിരാമിസമായിട്ടുള്ള സുഖം പിന്നീട് നിൽക്കുന്നു. നിരാമിസമായിട്ടുള്ള ആ സുഖം നിൽക്കുന്ന സമയത്ത് അവരിൽ പ്രീതി ഉൽപ്പന്നമാകുന്നു. പ്രീതി ഇല്ലാതാകുന്ന സമയത്ത് നിരാമിസമായിട്ടുള്ള സുഖം ഉണരുന്നു. അതായത് ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ആ ഭിക്ഷു രണ്ടാമത്തെ ധ്യാനത്തിൽ നിന്നും മൂന്നാമത്തെ ധ്യാനത്തിലേക്ക് പോകുന്നു. മൈൻഡ്ഫുൾനെസ് കമ്മിയാവുന്ന സമയത്ത് വീണ്ടും അവർ രണ്ടാമത്തെ ധ്യാനത്തിലേക്ക് വരുന്നു. ഈ സംസ്കാരങ്ങളെല്ലാം സ്ഥൂലമാണ്. ഈ സംസ്കാരങ്ങൾ ശാന്തമാകുന്ന സമയത്താണ്, അല്ലെങ്കിൽ നിരോധമാകുന്ന സമയത്താണ് സത്യം പുറത്തു വരുന്നത്. തഥാഗതൻ ഇതിനെ മനസ്സിലാക്കുന്നു. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് അറിയുന്നു. തഥാഗതൻ ഇതിനെല്ലാം അപ്പുറത്ത് എത്തിച്ചേർന്ന വ്യക്തിയാണ്. ഇനി ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ ഭൂതത്തെ, ഭാവിയെപ്പറ്റിയുള്ള ചിന്തകളെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങളുടെ കാമസംയോജനത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ഇന്ദ്രിയ സംയോജനങ്ങൾക്ക് അപ്പുറത്തമായിട്ടുള്ള പ്രീതിയെ മറികടന്നുകൊണ്ട്, നിരാമിസമായിട്ടുള്ള സുഖത്തെ മറികടന്നുകൊണ്ട് അദുഃഖ അസുഖമായിട്ടുള്ള വേദനയിൽ എത്തിച്ചേരുന്നു, സംവേദനയിൽ എത്തിച്ചേരുന്നു. അതായത് ആ ഭിക്ഷു ഇപ്പോൾ നാലാമത്തെ ധ്യാനത്തിലാണ് എന്നാണ് അർത്ഥം. അവിടെയാണ് ന്യൂട്രലായിട്ടുള്ള ഫീലിംഗ് ഉള്ളത്. ഇത് ശാന്തമാണ്, ഇത് ഉത്തമമാണ്, ഈ അദുഃഖ അസുഖ വേദന ഉത്തമമാണ് എന്ന് അവർ കരുതുന്നു. അപ്പോൾ ആ അദുഃഖ അസുഖ വേദന ഇല്ലാതാകുന്നു. ആ അദുഃഖ അസുഖ വേദന ഇല്ലാതാകുന്ന സമയത്ത് നിരാമിസമായിട്ടുള്ള സുഖം ഉൽപ്പന്നമാകുന്നു. നിരാമിഷമായിട്ടുള്ള ആ സുഖം ഇല്ലാതാകുന്ന സമയത്ത് അദുഃഖ അസുഖ വേദന ഉൽപ്പന്നമാകുന്നു. അതായത് ആ വ്യക്തി നാലാമത്തെ ധ്യാനത്തിൽ നിന്ന് മൂന്നാമത്തെ ധ്യാനത്തിലേക്കും മൂന്നിൽ നിന്ന് നാലാമത്തെ ധ്യാനത്തിലേക്കും മാറി മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. അതായത് ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുട്ട് പോകുന്ന സമയത്ത് സൂര്യപ്രകാശം വ്യാപിക്കുന്നു. സൂര്യപ്രകാശം പോകുന്ന സമയത്ത് അവിടെ അന്ധകാരം വ്യാപിക്കുന്നു. തഥാഗതൻ ഇതിനെ ഇപ്രകാരമാണ് മനസ്സിലാക്കുന്നത്. ഈ നല്ല ശ്രമണ ബ്രാഹ്മണന്മാർ അവർ ഭൂതത്തെ, ഭാവിയെ പറ്റിയുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ കാമസംബന്ധമായിട്ടുള്ള സംയോജനത്തിൽപ്പെടാതെ അതിൽ നിന്ന് അപ്പുറത്തുള്ള പ്രീതിയെ മറികടന്നുകൊണ്ട്, നിരാമിഷ സുഖത്തെ മറികടന്നുകൊണ്ട് അദുഃഖ അസുഖ വേദനയിൽ എത്തിച്ചേരുന്നു. അതായത് ന്യൂട്രലായിട്ടുള്ള സെൻസേഷനിൽ എത്തിച്ചേരുന്നു. അതായത് നാലാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ഇത് ശാന്തമാണ്, ഇത് ഉത്തമമാണ്. അതായത് അദുഃഖ അസുഖമായിട്ടുള്ള ആ വേദന ഉത്തമമാണ് എന്ന് അവർ കരുതുന്നു. അപ്പോൾ ആ അദുഃഖ അസുഖ വേദന ഇല്ലാതാകുന്നു. ആ അദുഃഖ അസുഖ വേദന ഇല്ലാതാകുന്ന സമയത്ത് നിരാമിഷ സുഖം ഉണ്ടാകുന്നു. നിരാമിഷ സുഖം ഇല്ലാതാകുന്ന സമയത്ത് അദുഃഖ മസുഖ വേദന ഉണ്ടാകുന്നു. ഇതെല്ലാം സംസ്കാരങ്ങൾക്ക് അധീനമാണ്, അതിനാൽ സ്ഥൂലമാണ്. സംസ്കാരങ്ങൾ ഇല്ലാതാകുന്ന സമയത്താണ്
യഥാർത്ഥത്തിലുള്ള സത്യം ഉണ്ടാകുന്നത്. തഥാഗതൻ ഇതിനെ മനസ്സിലാക്കുന്നു, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് മനസ്സിലാക്കുന്നു. എന്തെന്നാൽ തഥാഗതൻ ഇതിന് അപ്പുറത്ത് പോയിട്ടുള്ള വ്യക്തിയാണ്. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർ ഭൂതത്തെയും ഭാവിയെയും പറ്റിയുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളെ അവർ ഉപേക്ഷിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് അതീതമായിട്ടുള്ള പ്രീതിയെ അവർ ഉപേക്ഷിക്കുന്നു. നിരാമിഷ സുഖത്തെ അവർ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അദുഃഖമസുഖ വേദനയെയും അവർ ഉപേക്ഷിക്കുന്നു. അവർ അവരെപ്പറ്റി ഇങ്ങനെ വിചാരിക്കുന്നു: ഞാനിപ്പോൾ ശാന്തനാണ്, എനിക്ക് ഇപ്പോൾ നിബ്ബാണം ലഭിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ഒരു ഉപാദാനത്തെയും പിടിക്കുന്നില്ല, അതായത് എല്ലാ ആസക്തികളിൽ നിന്നും ഞാൻ മുക്തനാണ്. ഇതിനെപ്പറ്റി തഥാഗതൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്: ഈ നല്ല ശ്രമണ ബ്രാഹ്മണന്മാർ ഭൂതത്തെയും ഭാവിയെയും പറ്റിയുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അതീതമായിട്ടുള്ള പ്രീതിയെ മറികടന്നുകൊണ്ട് നിരാമിഷ സുഖത്തെ മറികടന്നുകൊണ്ട് അദുഃഖ അസുഖ വേദനയെ മറികടന്നുകൊണ്ട് അവർ അതിനപ്പുറത്ത് എത്തിച്ചേരുന്നു. അവർ അവരെപ്പറ്റി ഇങ്ങനെയാണ് വിചാരിക്കുന്നത്: ഞാൻ ശാന്തനാണ്, ഞാൻ നിർവ്വാണം നേടിയിട്ടുണ്ട്, ഞാൻ ഉപാദാനത്തിൽ നിന്ന് മുക്തനാണ്. തീർച്ചയായിട്ടും ഈ ആയുഷ്മാൻ നിർവ്വാണത്തെപ്പറ്റി തന്നെയാണ് പറയുന്നത്. എന്നിരുന്നു കഴിഞ്ഞാലും ഈ വ്യക്തി വീണ്ടും ബോധത്തിലെയും ഭാവിയിലെയും തത്വശാസ്ത്രങ്ങളെ ഗ്രഹിക്കും. കാമസംയോജനങ്ങളെ അവർ വീണ്ടും അതിൽ ആസക്തരാകും. കാമസംയോജനങ്ങൾക്ക് അതീതമായിട്ടുള്ള പ്രീതിയിൽ അവർ ആസക്തരാകും. നിരാമിഷ സുഖത്തെ അവർ ഗ്രഹിക്കും. അദുഃഖ അസുഖ വേദനയെ അവർ ഗ്രഹിക്കുന്നതാണ്. എന്തെന്നാൽ അവർ ഇങ്ങനെയാണ് അവരെപ്പറ്റി കരുതുന്നത്: ഞാനിപ്പോൾ ശാന്തനാണ്, ഞാനിപ്പോൾ നിർവ്വാണം നേടിയിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ ഇപ്പോൾ ഉപാദാനത്തെ ഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇത് പറയുന്നത് തന്നെ ഒരു ഉപാദാനമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതായത് ഇവിടെ ഞാൻ എന്ന് പറയുന്നതിനോട് അവർക്ക് ആസക്തിയുണ്ട്. അതിനെയാണ് ഇവിടെ ഉപാദാനം എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന കാര്യത്തെയും അവർ വിട്ടിട്ടില്ല. ഞാൻ നിർവ്വാണം നേടി എന്ന് പറയുന്ന സമയത്തും ഞാൻ എന്ന വ്യക്തി അവിടെയുണ്ട്. അതുകൊണ്ടാണ് അതിനെയും ഒരു ഉപാദാനമായിട്ട് ഭഗവാൻ പറയുന്നത്. അതായത് ആ ഞാൻ എന്ന കാര്യവും അവിടെ നിന്ന് ഇല്ലാതാകണം. നിർവ്വാണം മാത്രമേ ഉള്ളൂ, അത് നേടുന്ന വ്യക്തി അവിടെ ഇല്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ശാന്തി മാത്രമേ ഉള്ളൂ, അത് അനുഭവിക്കുന്ന വ്യക്തി അവിടെ ഇല്ല. ഉപാദാനം മാത്രമേ ഉള്ളൂ, ആ ഉപാദാനത്തിൽ ആസക്തനായിട്ടുള്ള വ്യക്തി അവിടെ ഇല്ല. ആ അവസ്ഥയാണ് നമ്മൾക്ക് വരേണ്ടത്. അതാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാ സംസ്കാരങ്ങളും സ്ഥൂലമാണ്. സംസ്കാരങ്ങൾ നിരോധമാകുന്ന അവസ്ഥയുണ്ട്. അതാണ് സത്യമായിട്ടുള്ള അവസ്ഥ. തഥാഗതൻ ഇതിനെ മനസ്സിലാക്കുന്നു, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് മനസ്സിലാക്കുന്നു. എന്തെന്നാൽ തഥാഗതൻ ഇതിന് അപ്പുറത്ത് പോയിട്ടുള്ള വ്യക്തിയാണ്. തഥാഗതൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള, ഏറ്റവും ശാന്തിപ്രധാനമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. 6 ഇന്ദ്രിയ ആയുധങ്ങളെ പറ്റിയും അതിൻ്റെ സ്പർശത്തെപ്പറ്റിയും ആ സ്പർശത്തിൻ്റെ തുടക്കത്തെപ്പറ്റിയും ഒടുക്കത്തെപ്പറ്റിയും അതിൻ്റെ ആസ്വാദനത്തെപ്പറ്റിയും അതിൻ്റെ ഭയത്തെപ്പറ്റിയും അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ളതിനെ പറ്റിയും തഥാഗതൻ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് തഥാഗതന് മുക്തി ലഭിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ 6 ഇന്ദ്രിയങ്ങളുണ്ട്. ആ 6 ഇന്ദ്രിയങ്ങളിൽ അതിൻ്റെ വിഷയങ്ങൾ സ്പർശിക്കുന്ന സമയത്ത് അതിൻ്റെ തുടക്കം, ഒടുക്കം, അതിൻ്റെ ആസ്വാദനം, അതിൻ്റെ ഭയം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നതിനെ പറ്റിയെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് മാത്രമേ പരിപൂർണമായിട്ടുള്ള മുക്തി ലഭിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭിക്ഷുക്കൾ ഭഗവാന്റെ വാക്കുകളിൽ അനുമോദിച്ചു, വാക്കുകളിൽ തൃപ്തരായി. പഞ്ചത്തെ സുത്തം നിഷ്ഠിതം. അതിനാൽ ഈ സൂത്രത്തിൽ പലതരത്തിലുള്ള വാദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ വാദങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ തത്വശാസ്ത്രങ്ങളെല്ലാം അവരവർ ചിന്തിച്ച് ഉണ്ടാക്കിയിട്ടുള്ള തത്വശാസ്ത്രങ്ങളാണ്. അതൊന്നും ശരിയല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ആത്മാവ് ഉണ്ട് എന്ന് പറയുന്ന ആസ്തികന്മാരുടെ വിശ്വാസവും അതേപോലെ തന്നെ ആത്മാവില്ല എന്ന് പറയുന്ന നിരീശ്വരന്മാരുടെ വിശ്വാസവും ഒരുപോലെ അബദ്ധമാണ്. അതാണ് ഇവിടെ പറയുന്നത്. കാരണം അവർക്ക് ഒന്നും തന്നെ അനുഭവം കൊണ്ടല്ല അവർ പറയുന്നത്. മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടും മറ്റുള്ളവരുടെ ഗവേഷണത്തെ ആസ്പദമാക്കിയിട്ടും ആണ് അവർ പറയുന്നത്. അതിനാൽ ആസ്തികന്മാർക്കും നാസ്തികന്മാർക്കും ഒരേപോലെ തന്നെ ഈ സൂത്രം നമ്മൾക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
കൂടുതൽ സൂക്തങ്ങളെ പറ്റിയുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണം അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖം, സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.